5 നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി പോയി ഞാൻ. അതല്ല ഇപ്പം തെറ്റ്, അതല്ല എൻ്റെ തെറ്റ്. എനിക്ക് നിസ്കരിക്കാക്കാൻ പറ്റുമോ? ഇവരെ ബോധ്യപ്പെടുത്താൻ, ഈ EN മോഹൻദാസിനെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ? പാർട്ടി മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ ബാങ്ക് വിളിച്ചാൽ ഞാൻ നിസ്കരിക്കാൻ പോകും. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. അതിനുള്ള ആർജവം എനിക്കുണ്ട്. ഇസ്ലാം എന്താ? ആദ്യം ഒരു ഇസ്ലാം പഠിക്കണം. ഇസ്ലാം പറഞ്ഞ ഭീകരതയാണല്ലോ. ഇസ്ലാമിൽ ഒരു കൃത്യമായ ഹദീസ് എന്താ പറയുന്നത് നിങ്ങൾ? ഈ ലീഗിന്റെ നേതാക്കന്മാർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവർ പറയണം അവരെന്തിനെങ്ങനെ ഭയപ്പെടുന്നത്. ഒരു അന്യമത സ്ഥാപനത്തിന് നേരെ നിങ്ങൾ നെറ്റിച്ചുളിച്ചു നോക്കരുത്. ഒരു മുസൽമാന് റസൂൽ നൽകുന്ന നിർദ്ദേശമാണ് നെറ്റിച്ചുളിച്ച്. നല്ലൊരു അമ്പലം കണ്ടു, പണ്ടാറടക്കാരോ ഒന്ന് പറയാൻ പാടില്ല, നെറ്റിച്ചുളിച്ച് നോക്കരുതെന്ന് പറഞ്ഞു. നല്ലൊരു ക്രൈസ്തവ ദേവാലയം കണ്ട് അതിലെ നോക്കിയിട്ട് നിങ്ങൾ നെറ്റിച്ചുളിച്ചത് ഒരു അമർഷം രേഖപ്പെടുത്തരുത്. അതാണ് ഇസ്ലാം. മനസ്സിലായോ? ഞാൻ അതിന്റെ ഭാഗ അല്ല. ഇവരിത് പറയുമ്പോഴേക്ക്, ചാപ്പ കുത്തുമ്പോഴേക്ക് പേടി ഒളിച്ചിട്ട് ജനങ്ങളും വേണ്ട, സമുദായം വേണ്ട, പള്ളിയും വേണ്ട, മദ്രസയും വേണ്ട, ചർച്ചും വേണ്ട എന്ന് പറഞ്ഞ ഓടിനോടത്തിലല്ല ഞാൻ. 5 നേരം നിസ്കരിക്കണ മുസൽമാനെ 5 നിസ്കരിക്കും. ഇവിടുത്തെ മതേതരത്വത്തിന് വേണ്ടി ഞാൻ പോരാടും. അതാണ് എന്നെ പഠിപ്പിച്ചത്. തൊട്ട അയൽവാസി അവന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്തടത്തോളം നീ മുസ്ലിം അല്ല എന്ന് പറഞ്ഞത്. അയൽവാസിയായ മുസ്ലിം എന്നല്ല, അയൽവാസിയായ മനുഷ്യൻ അവന്റെ സ്വത്തിനും അവന്റെ ജീവനും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്തവൻ മുസൽമാൻ അല്ല. അതാ ദീൻ, അതാണ് ഇസ്ലാം. പറയാൻ ധൈര്യം വേണം. മനസ്സിലായോ? പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവരൊന്ന് വരട്ടെ തടുക്കാൻ. ഈ പറയുന്ന 3 പ്രോജക്റ്റ് തടസ്സപ്പെടുത്തി ഞാൻ പറയാം. അതിന് തെളിവ് തരാം. ഒന്ന്, ഈ പറയുന്ന പാർട്ടിയുടെ ഒരു ലീഡർമാരും 2021 ഞാൻ മത്സരിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നിട്ടില്ല. ₹1 പാർട്ടി ഫണ്ട് എനിക്ക് ചെലവഴിച്ചിട്ടില്ല. PV അൻവർ തോൽക്കണം. PV അൻവർ തോൽക്കണം, അത്രേ ഉള്ളൂ. അത് പാവപ്പെട്ട താക്കൾക്ക് അവിടെ അറിയില്ല. അതിന് ഏറ്റവും വലിയ തെളിവ് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിലമ്പൂർ മുനിസിപ്പാലിറ്റി 3100 വോട്ട്, എനിക്ക് 4000 വോട്ടിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിൽ. ആ സാധനം 1700 ഇങ്ങോട്ട് വന്നു. ആരെ വോട്ടാ പോയത് എനിക്കറിയാം. ഞാനത് പറയാൻ പോയിട്ടില്ല. പാർട്ടിയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബൈപ്പാസിന്റെ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഏറ്റവും അവസാനം ഉണ്ടായത് ഇപ്പോൾ 2 മാസം കഴിഞ്ഞ നിയമസഭ 3 മാസമായില്ലേ? ഈ 3 മാസം മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ ഒരു ബസ്സിന് ഈ ബിൽഡിങ്ങിന്റെ സ്ഥലം വിട്ടുകൊടുത്ത ആളുകൾ തിരുവനന്തപുരത്തേക്ക് വന്നു. CM-നെ കാണാൻ കണ്ടിട്ടില്ല നിങ്ങൾ? അന്ന് വന്ന് CM-മായി സംസാരിച്ച് പിരിഞ്ഞു. അന്ന് നിലമ്പൂരിലെ പാർട്ടി സെക്രട്ടറി ഇട്ട പോസ്റ്റിംഗ് കുറവല്ലേ? ഇവരെ കൊണ്ടുപോയി ആരാ പറ്റിച്ചത്? ഇവിടുന്ന് പോയ ആളുകൾ, ഈ ഭൂമി വിട്ടുകൊടുത്ത ആളുകളും MLA-യും നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ 18 കൊല്ലമായി ഞങ്ങൾ ഇതിന് കാത്തിരിക്കുന്നു, ഞങ്ങൾക്ക് തരാനുള്ള പണം തരണമെന്ന് കൊടുക്കുന്ന അഭ്യർത്ഥന പാർട്ടിയുടെ നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി ഹരി ദാസ് പോസ്റ്റ് ചെയ്തിരിക്കുക. ആ ഫോട്ടോ ഇട്ടിട്ട് ഈ സാധുക്കളെ ആരാണ് കൊണ്ടുപോയി പറ്റിച്ചതെന്ന് ഓർമ്മല്ലേ? നിങ്ങൾ റിപ്പോർട്ട്, നിങ്ങൾ വാർത്ത കൊടുത്തല്ലോ. അല്ല, പിൻവലിപ്പിച്ചത് അത് വേറെ കേസ് കൊടുത്തല്ലോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കൂട്ടി വായിച്ചാൽ മതി. ഇതിലപ്പുറം എന്ത് തെളിവാതിൽ തരാൻ പറ്റുക? മലപ്പുറം ജില്ലയിൽ ഒരു പക്ഷേ മലബാറിൽ ഇതുപോലെ ഒരു റോഡ്, ഒരു ബൈപ്പാസ് കോടാനക്കോടി റുപ്യ. എനിക്ക് നാട്ടുകാരുടെ മുമ്പൊക്കെയാണ് ഈ പറയുന്നത് പൈസ ഇല്ല അല്ലേ? ഈ കോടിക്കണക്കിന് 6 ലൈനും 10 ലൈനും 25 ലൈനും റോഡ് പണി നടക്കുക, പാലങ്ങൾ വരുന്നു. നിലമ്പൂരിൽ തന്നെ നടക്കുന്നു. ഈ ആൾക്കാർ വന്ന് ചോദിക്കാണ്, എന്താണ് സാറേ ഇതിന് ഇത്രയും പൈസ ഇവിടെയല്ല, സർക്കാരിന്റെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ ഇതൊക്കെ നടക്കുക, ഞങ്ങളെ പൈസ മാത്രം എന്താ കിട്ടാത്തത്? ഞാൻ എന്ത് മറുപടി അറിയും? അവസാനം അന്ന് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ആരോട് പറഞ്ഞു, ഇത് കിട്ടിയാൽ ഞാൻ വാങ്ങിത്തരും, കിട്ടിയില്ലെങ്കിൽ ഇനി വോട്ടും ചോദിക്കാൻ നിങ്ങളെ വീട്ടിലേക്ക് വരില്ല. ഈ പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ PV അൻവർ നിലമ്പൂർ മത്സരിക്കൂല. അത്രയല്ലേ അവരോട് പറയാൻ പറ്റുള്ളൂ. 2017 ബഡ്ജറ്റിലേ വന്നിട്ടുള്ളൂ. ₹100 പ്രൊവിഷൻ വെച്ചിട്ട് വന്നത്. അത് പിന്നെ 2 വർഷത്തിന്റെ ഫയലേ കാണാനില്ല. ഒരു സ്ലോ പ്രോസസ്. അത് കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മളെ വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് വന്നു. അപ്പൊ ഈ പൈസ കിട്ടാത്ത പ്രശ്നമുണ്ട്. അപ്പം അതിന്റെ ബാക്കി പത്രം ഞാൻ പറയുന്നില്ല, അത് വേറെ പൊളിറ്റിക്സ്. ഈ പറഞ്ഞ ഇന്റേണൽ എന്താ പറയാൻ പറ്റില്ലേ, നെക്സസ്, അതിന്റെ വേറെ കോലാണ്. അത് ഈ നെക്സസ് അല്ല, അത് വേറെ നെക്സസാണ്. അങ്ങനെ അന്ന് CM ഉണ്ട്, കോടിയേരി സഖാവ് ഉണ്ട്, അന്നത്തെ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ തോമസ് ഐസക്, PWD മിനിസ്റ്റർ ഇയാള് നമ്മളെ സുധാകരൻ, എല്ലാവരും ഉണ്ട് വേങ്ങര. അപ്പൊ ഞാൻ പോയിട്ട് പറഞ്ഞൊരു മീറ്റിംഗ് നടത്തണം. വിജയരാഘവ സഖാവിനോട് പറഞ്ഞ മീറ്റിംഗ് എല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ മീറ്റിംഗ് നടത്തി കോടിയേരി സഖാവിന്റെ നേതൃത്വത്തിൽ.
കുടിയേരി സഖ പറഞ്ഞ അർജന്റ് അൻവറിന് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ 10 ദിവസം മുമ്പാണ് 1000-ഓളം കോൺഗ്രസും ലീഗും ഒക്കെ പാടെ പാർട്ടിയിൽ വന്ന് ചേർന്ന് കൊടിയേരി നിലമ്പൂർ സ്വീകരിച്ചത്. നമുക്ക് ഓർമ്മ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ആരെ സഹായിച്ചില്ലെങ്കിൽ അൻവറെ സഹായിക്കണമെന്ന് ആ സാധു കൊടിയേരി ഇവരോട് പറഞ്ഞു. അപ്പൊ തോമസ് ഐസക് പറഞ്ഞു നമുക്കൊരു പണി ചെയ്യാം, അൻവർ ഒരു പണി ചെയ്യുക. അതാണ് 30 കോടിയുള്ളൂ. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 പ്രൊജക്റ്റായിട്ടാ പകുതി മതിയാക്ക്, ഞാൻ പെട്ടെന്ന് പൈസ നേട്ടാണ്. അങ്ങനെ അതാവണമെങ്കിൽ 6 മാസം പണിയിക്കണം. ഇപ്പോൾ അത് കൊടുത്തു. അവിടെ ചെന്നപ്പോഴേക്കും പിന്നെ ഇലക്ഷൻ വന്നു, നടന്നില്ല, മാറി. അപ്പൊ പിന്നെ അതിന്റെ അടിയിൽ തന്നെ ഇത് നീളം കണ്ടപ്പോൾ നമ്മൾ കിഫ്ബി, ലോകത്തിലെ എല്ലാ പദ്ധതി ഏറ്റെടുത്ത കിഫ്ബിയാണ്. സക്കറി അവിടെ നിൽക്കുന്നത് 5 കൊല്ലം എടുത്ത പണിയത്. എന്റെ പി ആണ് കഴിഞ്ഞ പി. 5 വർഷം അവൻ എടുത്ത പണിയതാ. കിഫ്ബിക്ക് കൊടുത്താൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. എന്ത് കൊടുത്താലും കിട്ടും, ഇത് കിട്ടില്ല. കിഫ്ബി ഏറ്റെടുത്തില്ല. 2021 ശേഷം നിർത്തുന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. എപ്പോഴാണ് വീട്ടിൽ പോകുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നിർത്താതിരുന്ന്. പിന്നെ ഇവരുടെ ഈ ഇന്റൻഷൻ പാർട്ടി പ്രവർത്തകർക്കൊന്നും അറിയില്ലല്ലോ. ഈ പറയുന്ന മലപ്പുറത്തിന്റെ ഈ പറയുന്ന ഇവന്റെ ഇന്റൻഷൻ, ഈ മോഹൻദാസിന്റെ ഇന്റൻഷൻ പാർട്ടി സഖാക്കൾക്ക് അറിയില്ലല്ലോ. പാർട്ടി സഖാക്കൾ മരിച്ചു പണിയെടുത്തിട്ടുണ്ട്, യാതൊരു തർക്കമില്ല. ആ സാധുക്കളും ഞാനും ഒറ്റയ്ക്കായിരുന്നു. അവസാനം ഞങ്ങൾ വഴിക്കടന്ന് റാലി നടത്തി. ആ റാലിയുടെ മുകളിൽ രക്ഷപ്പെട്ട. കാരണം ഞാൻ തോറ്റൊന്ന് പ്രഖ്യാപിച്ച് നടക്കില്ലേ. അപ്പൊ ഇതൊക്കെ ഇവിടെ കഴിഞ്ഞു പോയിണത്. അല്ല, സാമ്പത്തികമായിട്ട് ബ്രാഞ്ചുകളിലും ബാക്കിയിലൊക്കെ പാർട്ടി കൊടുക്കേണ്ട പൈസയൊക്കെ പാർട്ടി കൊടുത്തു. ഇയാളുടെ ഒരു ഇന്റൻഷൻ തന്നെ, അത് ഇയാൾ തന്നെയുള്ളൂ. അയാളുടെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അയാൾ അങ്ങനെ ഒരു മൂരാച്ചിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആര് വന്നാലും, ഏത് തൊഴിലാളി വന്നാലും, ഏത് നേതാവ് വന്നാലും അവനോട് തട്ടിക്കയറും. ഒരു കാര്യം കണ്ടാ അങ്ങനെ. പക്ഷെ ഉള്ളു ഈ പറഞ്ഞ പോലെയാണ്. പോയ സഖാക്കളെ വിളിച്ചു നോക്കികള്. മൂരാച്ചി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ജാതി മറ്റു സ്വഭാവം ഉണ്ടല്ലോ വരുന്നവനോട്. നീ എന്തിനാണ് വന്ന്, നിനക്ക് അവിടെ കൊടുത്താൽ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നവൻ ആകെ ഇതാക്കിയിട്ട് മെല്ലെ തടിയെടുക്കില്ലേ. അതാണ് മൂരാച്ചിത്തരം. അതന്നെ. അത് ഞാൻ അയാളെ മുമ്പ് നീറ്റ് പോകില്ലല്ലോ. നമ്മളിപ്പോൾ പ്രാദേശിക യോഗങ്ങൾ നടക്കുമ്പോൾ ഇവിടെ എന്താ, നമ്മൾ ഒരു വൈകുന്നേരം 6:30 മണിക്കാണല്ലോ അങ്ങാടിയിൽ ആളുണ്ടാവുക. ആ സമയത്താണല്ലോ പലപ്പോഴും യോഗം വെക്കുക. അപ്പം ചിലപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന് 10 മിനിറ്റ് മുമ്പായിരിക്കും യോഗം തുടങ്ങിയിട്ടുണ്ടാകുക. ബാങ്ക് വിളിക്കുമ്പോൾ എന്താവും, സ്വാഭാവികമായിട്ട് നമ്മൾ നിർത്തുമല്ലോ. അപ്പം ഞാനൊന്ന് ഇറങ്ങിപ്പോയിട്ട് പള്ളിൻ്റെ അടുത്ത് നിന്ന് പോയി ഞാൻ നിസ്കരിച്ച് വരും. എന്നിട്ടാണ് ഞാൻ പരിപാടിക്ക് കയറല്. സത്യത്തിൽ ഒരു 4 കൂടി ആക്കി ജയിപ്പിക്കാൻ കഴിയുന്നു. വേറെ ആരോ മുമ്പേക്ക് പാരാച്ച ആ കഴിവൊക്കെ എല്ലാവർക്കും അറിയാം. അതല്ല ഇയാൾ ഭയങ്കര സ്വാധീനം, ഇടപെടാൻ ശേഷിയില്ലോനാണ്. അതിന് യാതൊരു തർക്കമില്ല. അത് പാവപ്പെട്ട പാർട്ടി സഖാക്കൾ 5 റുപ്യയും 10 റുപ്യയും എനിക്കറിയത്. ഇനി അത് പാർട്ടി ആഫീസ് ഉണ്ടാക്കുന്നത് ഇവിടെ അഴിമതി നടത്തിയിട്ടല്ല. പാർട്ടി സഖാക്കൾ പാവപ്പെട്ടവർ അങ്ങാടി കൂടെ നടന്ന് ഓരോ പാർട്ടി മെമ്പറും ഇത്ര ഉറുപ്പിക ഓണറേറിയം അല്ലെങ്കിൽ അവന് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് 100, 200, 500 പാവപ്പെട്ട പാർട്ടി സഖാക്കൾ കൊടുത്തത് തന്നെയാണ് മലപ്പുറത്ത് വരാൻ പോകുന്ന പാർട്ടി ഓഫീസ്. അത് ബാക്കിയുള്ളയിടത്തുനിന്ന് കൈക്കൂലി വാങ്ങിയിട്ട് ഉണ്ടാക്കിയതെന്നും ഞാനെന്താ വെച്ചാൽ എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. നമുക്കറിയുന്ന യാഥാർത്ഥ്യം നമ്മൾ അങ്ങനെ തന്നെ പറയും. അങ്ങനെ തന്നെയാണ് ആ വലിയ കെട്ടിടം ഉയരുന്നത്. ഈ പാവപ്പെട്ട സഖാക്കളും അവരോട് സഹകരിച്ച സാധാരണ മനുഷ്യന്മാരും. പിന്നെ ആരെങ്കിലും സിമന്റ് കമ്പിയൊക്കെ കൊടുക്കും. ഇപ്പം എല്ലാ പാർട്ടിക്കും കൊടുക്കുന്നതാണ്. അതൊക്കെ സ്വാഭാവികമാണ്. അത്ര തന്നെ ഉള്ളൂ.